സാമ്പത്തികം മാത്രമല്ല, ആത്മാർത്ഥതയോടെ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അദ്ദേഹം ചെയ്യാറുണ്ടോ? ഒരു ദിവസം ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ കഴിക്കുന്നുണ്ട്, ഞാൻ ഉടുക്കുന്നുണ്ട്, ഞാൻ വാഹനങ്ങൾ യാത്ര ചെയ്യുന്നത് സമൃദ്ധമായിട്ട് വെയിൽ കൊള്ളാതെ മഴ നനയാതെ സന്തോഷത്തോടെ കുടുംബമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ദൈവം കർത്താവെ ദൈവത്തിന്റെ ശ്രേഷ്ഠതയാണ്, ദൈവത്തിന്റെ വിശ്വസ്തതയാണെന്ന് ആത്മാർത്ഥതയോടെ ചിന്തിച്ച് ദൈവത്തിന് നന്ദി പറയുവാൻ കഴിയുമോ? എന്നാൽ നമ്മുടെ ഭാഗത്ത് വെയിൽ കൊണ്ട് മഴ നനഞ്ഞ് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയാതെ ഒരു കൂട്ടം ജനം നമ്മുടെ ചുറ്റുപാടുകൾ പറയുന്നത് പുറത്തിലൂടെ പോകണമെന്നാണ്. പക്ഷേ അല്ല, നമ്മുടെ ചുറ്റുപാടുകൾ ഒത്തിരി പേരുണ്ട് സമാധാനമില്ലാതെ രാത്രിയെ ഭയക്കുന്ന പല കുഞ്ഞുങ്ങളുണ്ട്. കാരണം എന്ന് പറയുമ്പോൾ തൻ്റെ അപ്പൻ മദ്യപിച്ചുകൊണ്ട് വീട്ടിലുള്ള ഭക്ഷണങ്ങൾ പോലും സമാധാനത്തോടെ കഴിക്കാൻ കഴിയാതെ രാത്രിയാകുമ്പോൾ ഭയക്കുന്ന കുഞ്ഞുങ്ങൾ അനേകം നമ്മുടെ ചുറ്റുപാടുണ്ട്. ആ സാഹചര്യങ്ങൾ മാറണം, ആ അവസ്ഥകൾ മാറണം. ഇന്ന് നമ്മുടെ ദേവാലയത്തിൽ വരുന്ന അഥവാ ഈ ദേവാലയത്തിൽ വരുന്ന ഒരു കുഞ്ഞുങ്ങൾ പോലും ഭയക്കുവാൻ മാതാപിതാക്കളാകുന്നതിനിടയാകരുത്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നത്? എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നത്? ഈ സഭയിൽ ഒറ്റ കുഞ്ഞുങ്ങൾ പോലും എൻ്റെ അവൻ മദ്യപിക്കും, എൻ്റെ അമ്മ വഴക്ക് പറയും, ദേഷ്യപ്പെടുന്ന കാരണമില്ലാതെ എന്നെ ഞാൻ ചോദിക്കുമ്പോൾ വഴക്ക് പറയുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് ഭയക്കുന്ന, ഭവനത്തിൽ പോകുവാൻ ഭയക്കുന്ന ഒറ്റ കുഞ്ഞുങ്ങളും ഈ സഭയിൽ ഉണ്ടാകരുത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? വീട്ടിൽ സമാധാനത്തോടെ കുഞ്ഞുങ്ങളോട് സ്നേഹത്തോടെ സംസാരിക്കുന്നവരായിരിക്കും, മറ്റുള്ളവരോട് നന്മ ചെയ്യുക. വായിക്കാമോ? സംഗീതം 37 വായിക്കാമോ? സംഗീതം 37:3. യഹോവയെ ആശ്രയിച്ച് നന്മ ചെയ്യുക. നാം ദൈവത്തെ ആശ്രയിച്ച് ചെയ്യണം, നന്മ ചെയ്യണം. അല്ലെങ്കിൽ ചെയ്യുന്നത് ഇതൊക്കെ അറിയുക. ചിലരുടെ നാം ചെയ്യുന്നതെല്ലാം ചെയ്യും. 10 പത്രത്തിന്റെ പരസ്യം ചെയ്യുന്നവർക്ക് അല്ലേ? ആരും അറിയില്ല, ആരും അറിയാതെ ദൈവത്തോട് മാത്രം ചോദിക്കുക, ദൈവജ്ഞാനം ചെയ്തോട്ടെ, ദൈവജ്ഞാനം ചോദിക്കുക, കൊടുക്കുക. ഒരുപക്ഷെ ആരും അറിയില്ല, കൊടുക്കുന്ന വ്യക്തി നിങ്ങൾ മാത്രം അറിയുക നന്മ ചെയ്യുന്നത്. കാരണം എന്ന് പറയാമോ? എങ്കിൽ മാത്രമേ പ്രതിഫലം സ്വർഗത്തിൽ നിന്ന് കിട്ടുകയുള്ളൂ. വായിച്ച നേതൃത്വം വായിക്കാമോ? മത്തായി 6:1 വായിക്കാമോ? മനുഷ്യർ കാണേണ്ടത് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരുവാൻ സൂക്ഷിക്കും. എന്നാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് പ്രതിഫലം ഇല്ല. നാം ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ, നന്മ പ്രവൃത്തികൾ മറ്റുള്ളവരെ കാണിച്ച് അവരുടെ മുമ്പിൽ പ്രീതി പറ്റുവാനായിട്ടാണ് നാം ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ നിന്ന് ദൈവപിതാവിൽ നിന്ന് എന്തില്ല? പ്രതിഫലം ഇല്ലാതെ അർഹിക്കുന്നവർക്ക് 100% അർഹിക്കുന്നവർക്ക് നന്മ ചെയ്യുകയാണ് നാം ചെയ്യുക. ജീവിതത്തിൽ തൃപ്തിയുള്ളവരല്ല. ഭവനം കിട്ടിയാലും തൃപ്തിയില്ല, വാഹനം കിട്ടിയാലും നല്ല അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റിയ വാഹനമോ അല്ലെങ്കിൽ ഒരു